ഹായ് നമസ്കാരം. എന്നിട്ടൊക്കെ ഡീസേ അപ്പോൾ നമ്മുടെ ആട്ട എവിടെയുണ്ട്? ആട്ട ഇപ്പൊ കാണുന്ന പോലെ അല്ല കേട്ടാ, ഇങ്ങനെ ലുക്കൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ദാരിദ്ര്യമുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണ് കേട്ടാ. എൻ്റെ വീട് നല്ല കൊട്ടാരമാണ് ഇടക്കുറിച്ചിലെ. കാരണം എനിക്ക് കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൊട്ടാരമാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം പെയിന്റും അത്യാവശ്യം സിമെന്റ് കൊണ്ടൊക്കെ തേച്ച് മിനുക്കിയ പെയിന്റ് അടിച്ച് വിടാണ് എൻ്റെ വീട്. അപ്പൊ ആട്ടയത്തിന്റെ വീട്ടിൽ പോകാനാണ് ഇടവന്ന് എന്ത് കഷ്ടമായി പോയി കേട്ടോ. പുള്ളി കോമഡി മാസ്റ്റേഴ്സിലും കോമഡി സ്റ്റാർസിലും ഏഷ്യാറ്റിലും സി കേരളത്തിലും ഫ്ലവേഴ്സിലും മകളോരമ എല്ലാ ചാനലിലും പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീടാണ് എൻ്റെ ഒപ്പം റിവ്യൂയിലൊക്കെ വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ശോചനാവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കുക എന്തുകൊണ്ടായിരിക്കും ആ വീഡിയോ അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും താങ്കളുടെ വീഡിയോ പെയിന്റ് അടിക്കാത്തതും തേങ്ങാണ്ടെങ്കിൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് കുഞ്ഞു വീടാണ്. അതിലൊരു സന്തോഷമാണ്. താങ്കൾ കുഞ്ഞു വീടാണ്. താങ്കളത് ആരെങ്കിലും പൈസ സഹായിക്കുന്നുണ്ടെങ്കിൽ താങ്കളത് തേച്ച് മിനിക്കിട്ട് നല്ല രീതിയിലുള്ള. കാരണം താങ്കൾക്ക് ഇവരുടെ വീട്ടിലെ ജനൽപ്പാളിയൊന്നുമില്ല, പിന്നെ അടച്ചുറപ്പുണ്ട്. അപ്പുറത്ത് മാതിരിണ്ടല്ലേ ആണല്ലേ, മുറികളിൽ മാതിരി മറിയില്ലേ, അതെല്ലാം പിടിപ്പിച്ച് വന്നേ ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഇവർ അച്ചായ കേൾക്കാൻ വേണ്ടിയാണ് അച്ചായൻ എന്ന് പറഞ്ഞ ആളുണ്ട് സഹായിക്കുന്നത്. പിന്നെ ഒരു മനസ്സാണ് ഇത് കാണിക്കുന്ന പ്രേക്ഷകരോട്. അപ്പൊ അച്ചായൻ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എത്രയും വരെ ഷെയർ ചെയ്യുക. ആട്ടയം അത്യാവശ്യം പാവപ്പെട്ട ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഭയങ്കര ശോചനാവസ്ഥയിലാണ്. മഴവെള്ളമൊക്കെ വീഴുന്നു ചില സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ആട്ടയത്താണ് വീട്. എവിടെയെന്ന് വീട് പറയും? ആട്ടയത്താണ് താമസിക്കുന്നത്. ഇപ്പൊ പെരേര കൊട്ടാരം പോലത്തെ വീടിന്റെ ഫോൺ നമ്പർ പറഞ്ഞില്ല. കൊട്ടാരം പോലൊരു വീടിലാണ് താമസിക്കുന്നത്. അപ്പൊ പെരേര വന്നപ്പോൾ പെരേരയ്ക്ക് സങ്കടം തോന്നി. കാരണം എനിക്ക് എന്റെ വീട്ടിൽ 5 or 6 മുറികളുണ്ട്. പക്ഷെ എനിക്ക് ഒരു മുറി കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. അതല്ലല്ലോ കാര്യം, ഒരു മുറിയിലല്ലല്ലോ കാര്യം. ഈ പുള്ളിയുടെ വീടൊന്ന് വീട് ഓൾറെഡി പണിതിട്ടുണ്ട്. പക്ഷെ തേപ്പ് കഴിഞ്ഞിട്ടില്ല, പെയിന്റ് കഴിഞ്ഞിട്ടില്ല, ടൈൽസ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ടൈൽസ് പോയിട്ട് ലോട്ടറി അല്ല, ബിഗ് ബോസിലൊക്കെ പോയി ചെയ്യും. പക്ഷെ എന്തായാലും അച്ചായൻസ് ഗോൾഡൻ കാണുന്നുണ്ടെങ്കിൽ സഹായിക്കുക. അതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതൊക്കെ ഞാൻ പോയി എന്തായാലും ആട്ടായത്തിന് വീടില്ലേ, ആരെങ്കിലും സഹായിച്ചിട്ട് ആ വീടിന് കൊടുത്തേക്കോന്നല്ലോ പണിയൊക്കെ. കുഴപ്പമില്ല, കുഞ്ഞു വീടാണ്, നല്ല വീടാണ്. ഇവന്റെ ഒരു മനസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ സാധാരണ ആൾക്കാരൊക്കെ ഇവന്റെ കമന്റിൽ തെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു നല്ല മനസ്സുണ്ട്, സ്നേഹമുണ്ട്. കാരണം എനിക്കെന്ന് പറഞ്ഞത് എനിക്കൊരു എനിക്ക് പറയാൻ എനിക്ക് എന്റെ വീട്ടില് ഒരു മുറി കൊടുക്കുന്നതും എനിക്ക് കുറെ അതിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കാരണം എന്റെ വീട്ടിൽ അമ്മയുണ്ട്, അതൊന്നും അഫോർഡബിൾ അല്ല. ഒരു വീട്ടിലൊരാളൊക്കെ താമസിക്കുന്നത് അത് എന്തായാലും പറ്റത്തില്ല പെട്ടെന്ന്. മനസ്സിലായി? വീട്ടിൽ വന്ന് ചവച്ച് പോകാറുണ്ട്. മനസ്സിലായി? അപ്പൊ അച്ഛനൊന്നും അങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അത് കുറ്റമായിട്ട് പറയുന്നതല്ല, അതൊരു കാര്യം പറഞ്ഞ. അപ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങളുടെ മനസ്സുകൾ ഇദ്ദേഹത്തിന് വീട് പണി പൂർത്തിയാക്കാനുള്ള പൈസ കൊടുക്കുക, സഹായിക്കുക. അച്ചായൻസ് ഗോൾഡും യൂസഫ് അലി സാറ്, പിന്നെ മുകേഷ് ചേട്ടൻ, സുരേഷ് ഗോപി സാറ്, ആക്ടർ ബാല സാറ്, അപ്പോൾ അവരൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു താങ്കളുടെ വീട്ടിലെ ഒരു ആ ഒരു ശോചനാവസ്ഥ മാറാൻ വേണ്ടി എത്ര രൂപ വേണ്ടി വരും? ഏകദേശം ഒരു 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ പണിയൊക്കെ ഒരുപാട് തീരുന്ന. 5 ലക്ഷത്തിലും 3 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് മാപ്സിക് മീഡിയക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മാപ്സിക് മീഡിയ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്യുക. അച്ചാൻസ് ഗോൾഡിൽ എത്രയാണ് ഷെയർ ചെയ്യുക. ആട്ടയത്താണ് വീട്, ആട്ടയത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. പാവപ്പെട്ട ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾ മനസ്സിലിരുന്ന് സഹായിക്കുക. വിഷമം പുള്ളി മനസ്സിനോട് ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സങ്കടമുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഫെയിം ഉള്ളതുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ആട്ടയത്താണ് വീട്. അച്ചാൻസ് ഗോൾഡിന് വന്ന് തിരക്കി കഴിഞ്ഞാൽ ശോചനാവസ്ഥ മനസ്സിലാക്കി ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.